കണ്ടല്ലേ സൗണ്ട് കേട്ടോ. ഹായ്, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ക്രിസ്പി ആയിട്ട് എങ്ങനെയാണ് ഗോതമ്പ് ദോശ തയ്യാറാക്കാം എന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇത് പിള്ളേരെ ബഹളുണ്ടാക്കല്ലേ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക, അതിനുശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ ഇതിന് മുൻപ് ഞാൻ ഗോതമ്പ് ദോശ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് നല്ല സോഫ്റ്റ് ഗോതമ്പ് ദോശ എങ്ങനെയാണ് തയ്യാറാക്കാമെന്നാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഒരുപാട് പേര് കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൽ സന്തോഷം. അപ്പോൾ ഇതും തയ്യാറാക്കി നോക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പൊട്ടും താമസിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് രുചികരമായ ഗോതമ്പ് ദോശ, അതും ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ഗോതമ്പ് ദോശ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ക്രിസ്പി ആയിട്ട് എങ്ങനെയാണ് ഗോതമ്പ് ദോശ തയ്യാറാക്കാമെന്ന് നോക്കാം. നമ്മുടെ പേപ്പർ റോസ്റ്റ് ഇല്ലേ, അതുപോലെ ഇരിക്കും. 1-2 കഴിച്ചു കഴിഞ്ഞാൽ ഒന്നും ആവില്ല കേട്ടോ. അപ്പൊ അത്യാവശ്യം അധികം കഴിക്കണം. പക്ഷെ ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കാൻ വേണ്ടിയിട്ട് ചെറിയ ക്വാണ്ടിറ്റിയിലാണ്. അതായത് 1/2 കപ്പ് ഗോതമ്പ് പൊടി. ഇതിൽ മൈദയൊന്നും ചേർത്തിട്ടില്ല, ഗോതമ്പ് പൊടി മാത്രമാണ്. അപ്പോൾ 1 കപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളത്തിന്റെ അളവൊക്കെ മാറ്റം വരുത്തണം. അപ്പം ഞാനിപ്പോൾ 1/2 കപ്പ് വെച്ചിട്ട് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ബൗളിലോട്ട് നമുക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇതിന് നമ്മൾ അരിപ്പൊടിയോ വേറെ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ നോർമലി ഈ ഗോതമ്പ് ദോശ എന്നൊക്കെ പറയുമ്പോൾ, ക്രിസ്പി ഗോതമ്പ് ദോശ എന്ന് പറയുമ്പോൾ ഞാൻ നെറ്റിലൊക്കെ നോക്കുമ്പോൾ അരിപ്പൊടിയൊക്കെ ചേർത്തിട്ട് ബേക്കിംഗ് പൗഡറും ഇതൊക്കെ ചേർത്തിട്ടാണ് തയ്യാറാക്കുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. വെറുതെ വെള്ളവും ഗോതമ്പ് പൊടിയും മാത്രമേ നമ്മൾ ഇതിൽ ചേർക്കുന്നുള്ളൂ. ഓക്കെ, പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റവ ദോശ ചെയ്യുന്ന പോലെ അത്യാവശ്യം നല്ല അളവിൽ വെള്ളം ചേർക്കണം. എങ്കിൽ മാത്രമാണ് ഞാൻ പറയുന്ന രീതിയിൽ നല്ല ക്രിസ്പി ആയിട്ട് വല പോലെ നമുക്ക് ഗോതമ്പ് ദോശ കിട്ടുള്ളൂ കേട്ടോ. ആദ്യം തന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതിന്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം. അതിനുശേഷം കൂടുതൽ വെള്ളം ചേർക്കാം. അപ്പൊ മൊത്തം ഞാൻ ചേർക്കുന്ന വെള്ളത്തിന്റെ അളവ് പറഞ്ഞുതരാം. വെള്ളം എന്ന് പറയുന്നത് ചൂടുവെള്ളം ഒഴിക്കാൻ പാടില്ല, അതേസമയം ഐസ് വാട്ടർ ഉപയോഗിക്കാൻ പാടില്ല. നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളം കേട്ടോ. ഏത് ഗ്ലാസ്സിലാണോ നിങ്ങൾ ഗോതമ്പ് പൊടി അളക്കുന്നത്, സെയിം ഗ്ലാസ്സിൽ തന്നെ വെള്ളം അളക്കാൻ ശ്രമിക്കുക. അപ്പൊ ആദ്യം തന്നെ കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. കട്ടകളൊക്കെ എളുപ്പത്തിൽ നമുക്ക് ഉടച്ചെടുക്കാൻ പറ്റും. ഞാൻ ഇങ്ങനെ കുറേ നാളുകളായി ഇത് വിചാരിക്കണം ഇങ്ങനെ ട്രൈ ചെയ്യണമെന്ന്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ ഈ ഹിന്ദി ചാനൽസിലൊക്കെ നോക്കിയപ്പോൾ ചെയ്തപ്പോൾ എനിക്ക് ശരിയായില്ല. പക്ഷെ ഈ രീതിയിൽ നമ്മുടെ സ്വന്തം റവ ദോശ ചെയ്ത പോലെ ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് വന്നു. അപ്പം മൊത്തം കട്ടകൾ ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ബാക്കി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതും കൂടെ ആകുമ്പോൾ 1 ഗ്ലാസ് വെള്ളം ആയിട്ടുണ്ട്. 1.25 ഗ്ലാസ്, 1/2 ഗ്ലാസ് പൊടിക്ക് ഞാനിപ്പോൾ തൽക്കാലം 1.25 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ നോക്കുമ്പോൾ ഒരുപാട് വെള്ളം പോലെ തോന്നും. പക്ഷെ ഇത്ര വെള്ളം വേണമെങ്കിൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ക്രിസ്പി ആയിട്ട് വല പോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇതിലോട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം, മിക്സ് ചെയ്യുക. പിന്നെ ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റവ ദോശ ചെയ്യുന്ന പോലെ തന്നെ സവാള കുനുകുനാക്കി അരിഞ്ഞിടാം, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേണമെങ്കിൽ ഇടാം. പക്ഷെ ഞാൻ ഇന്ന് ഇപ്പോൾ ചെയ്യുന്നത് പ്ലെയിൻ ആയിട്ടാണ്, വേറെ ഒന്നും ചേർക്കുന്നില്ല. വെറുതെ വെള്ളവും ഗോതമ്പ് പൊടി ഉപ്പും മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് എടുത്ത് വെക്കുകയും വേണ്ട, ഇത് ഇൻസ്റ്റന്റ് ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ദോശയാണ്. ഇനി നമുക്ക് തവ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കുക. ആദ്യം നമ്മൾ തവ നല്ലോണം ചൂടാവണം. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള ഏത് തവയാണെങ്കിലും, നോൺ സ്റ്റിക്കിന്റെ ആണെങ്കിലും, കല്ലിന്റെ ആണെങ്കിലും, ഇരുമ്പിന്റെ ആണെങ്കിലും, എന്ത് തവയാണെങ്കിലും നല്ല ചൂടായി എന്ന് ഉറപ്പ് വരുത്താം. നമുക്ക് അതിലോട്ട് ഒരു അല്പം ഓയിൽ ഒന്ന് തടവി കൊടുക്കാം. ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് നല്ലെണ്ണയാണ്. നല്ലെണ്ണ അല്ലെങ്കിൽ നെയ്യ്, ബട്ടർ, വെളിച്ചെണ്ണ, എന്ത് ഓയിലാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ചൂടാവണം. നല്ല പുക വരുന്ന ചൂടാവുന്ന സമയത്ത് വേണം നമുക്ക് ഇതിലോട്ട് ദോശമാവ് ഒഴിച്ചു കൊടുക്കാൻ. അപ്പം അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ തവ നന്നായി ചൂടായിട്ടുണ്ട്. ഞാൻ ഒരു ദോശ ഉണ്ടാക്കി നോക്കിട്ടോ, അതായത് കറക്റ്റ് വെള്ളമാണോ അളവ് അറിയാൻ വേണ്ടിയിട്ട് ഒരു ദോശ ഉണ്ടാക്കി നോക്കി. പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കാം. നല്ല ചൂടുള്ള തവയിലോട്ട് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യവും നന്നായി ഇളക്കിയതിന് ശേഷം മാത്രം ഒഴിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ താഴത്തെ ഭാഗത്ത് ഗോതമ്പ് ഇങ്ങനെ അടിഞ്ഞുകൂടിയിരിക്കും, മുകളിലത്തെ ഭാഗത്ത് വെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം മുകളിൽ നിന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഒഴിക്കുക. ആ ഒട്ടില്ലാത്ത ഭാഗത്ത് കുറച്ചങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഒരു റവ ദോശ ഉണ്ടാക്കുന്ന സെയിം മെത്തേഡ് തന്നെ, ഒരു മാറ്റവും ഇല്ല. ഇത് ഞാൻ പറഞ്ഞ പോലെ കുറച്ചധികം ദോശ ഉണ്ടെങ്കിലേ വയറ് നിറയുള്ളൂ. ഇതൊരു കൗതുകത്തിന് വേണ്ടി, പിന്നെ ഈ പറഞ്ഞ പോലെ എപ്പോഴും ഒരേ ടൈപ്പ് ദോശ കഴിച്ച് മടുത്തിരിക്കുമ്പോൾ നമുക്കൊരു ചേഞ്ചിന് വേണ്ടി കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള, ശരിക്കും നമ്മുടെ പേപ്പർ റോസ്റ്റ് ഇല്ലേ, പേപ്പർ റോസ്റ്റ് കഴിക്കുന്ന അതേ ടേസ്റ്റ് ആണ്, അതേ ടെക്സ്ചറും ആണ് കേട്ടോ. ഗോതമ്പാണെന്ന് ആരും പറയില്ല. ഇനി നമുക്ക് തീ കുറയ്ക്കണം.
ഹൈ ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം ഇതിന്റെ മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയ്യാണെങ്കിൽ നെയ്യ്, ബട്ടർ ആണെങ്കിൽ ബട്ടർ, വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണ, അല്ലെങ്കിൽ നല്ലെണ്ണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അത് നല്ല ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എണ്ണ താല്പര്യം ഇല്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എണ്ണ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല ക്രിസ്പി ആയിട്ട് വരും. ആദ്യം മാത്രം നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടുള്ളൂ, പിന്നെ ഒരിക്കലും ഇത് ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല. നമ്മൾ ഒഴിച്ചുടനെ തന്നെ ഫ്ലെയിം കുറയ്ക്കണം, ലോ ഫ്ലെയിമിലോട്ട് മാറ്റാനും മറക്കരുത്, അല്ലെങ്കിൽ ദോശ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ക്രിസ്പി ആവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ ഇതിന്റെ ഗുണങ്ങളും ഉണ്ട്, അതേപോലെ തന്നെ ഇതിന്റെ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ദോശ ഉണ്ടാക്കുന്നേക്കാളും കുറച്ചധികം സമയം എടുക്കും ഇത് നന്നായി മൊരിഞ്ഞ് കിട്ടാൻ. കാരണം നമ്മളിതിൽ അരിപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് അരിപ്പൊടി ചേർക്കാം എന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി ചേർത്തോളൂ. അപ്പൊ അതിനനുസരിച്ച് വെള്ളത്തിന്റെ അളവ് കൂട്ടി കൊടുക്കണം കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞത് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഗോതമ്പ് മാത്രം ഇഷ്ടപ്പെടുന്ന, ഗോതമ്പിന്റെ കൂടെ വേറെ അരിപ്പൊടി ഒന്നും ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഈ രീതിയിൽ തന്നെ ഉണ്ടാക്കിയാൽ മതി. അപ്പൊ ഇച്ചിരി സമയം കൂടുതൽ എടുക്കുമെന്ന് മാത്രം. നല്ല ഗോൾഡ് കളർ ആയിട്ടുണ്ട്, സൈഡിൽ നിന്നൊക്കെ വിട്ട് വരാൻ തുടങ്ങും. ആ സമയത്ത് ഇങ്ങനെ എടുക്കാം. കണ്ടില്ലേ, സൂപ്പറായി വന്നത് കണ്ടോ, ക്രിസ്പി ആയിട്ട്. പിന്നെ ഇത് ചൂടോടുകൂടി കഴിക്കണേ, ചൂടോടുകൂടി കഴിച്ചാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിലും ചൂടോടുകൂടി കഴിക്കില്ലേ, നമ്മൾ പാഴ്സൽ വാങ്ങിച്ചിട്ട് വരുമ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് മാറില്ലേ. അപ്പം ചൂടോടുകൂടി കഴിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇനി അടുത്തത് വേറെ രീതിയിലൊന്ന് കാണിച്ചു തരാം. അപ്പൊ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഓരോ പ്രാവശ്യം ഉണ്ടാക്കിയതിന് ശേഷം തീ കൂട്ടി വെക്കുക, എന്നിട്ട് ഇത് ഒന്ന് തുടച്ചു കൊടുക്കുക, കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. താഴെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓയിൽ അപ്ലൈ ചെയ്യാൻ പറയുന്നത്. ഈവൻ നോൺ സ്റ്റിക്കിനാണെങ്കിലും ഒരു അല്പം ഓയിൽ അപ്ലൈ ചെയ്യുന്നത് നന്നായിരിക്കും. ഇതൊരു 8 ദോശയ്ക്കൊക്കെ ഉള്ള ഒരളവാണ് ഞാൻ കാണിക്കുന്നത്. നന്നായി ചൂടായി എന്ന് ഉറപ്പ് വെച്ചത് അതിനുശേഷം ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞില്ല, അതെന്താണെന്നറിയാമോ? അപ്പൊ നിങ്ങൾക്ക് ശരിക്കും പേപ്പർ റോസ്റ്റ് പോലെ ആക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ മുകളിൽ കുറച്ചൊരു ഗോതമ്പിന്റെ ഒരു മയം കാണില്ല, അതിങ്ങനെ വടിച്ചെടുക്കുക. വടിച്ചെടുത്തിട്ട് കളയൊന്നും വേണ്ട, ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. അപ്പൊ നല്ല ക്രിസ്പി ശരിക്കും പേപ്പർ പോലെയാവും. ഞാൻ വീഡിയോയിൽ നമ്മുടെ നോർമൽ പേപ്പർ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ ചെയ്തിട്ടില്ലേ, അതുപോലെ തന്നെ. അപ്പോൾ കുറച്ചും കൂടെ ക്രിസ്പി ആയിരിക്കും. അതാണ് രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞത്, വേറെ ഒന്നുമല്ല കേട്ടോ. ഇത് നമുക്ക് കഴിക്കാം. അപ്പം ഞാനിത് ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടപ്പോൾ ഒരുപാട് പേര് ഇതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫോട്ടോസ് അയച്ചു തരാൻ മറക്കരുത്. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. കഴിഞ്ഞ ദിവസം ഇട്ടുണ്ടായിരുന്ന വീഡിയോസ് ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ല, നല്ല സങ്കടമുണ്ട്. സങ്കടപ്പെടാനേ നമുക്ക് പറ്റുള്ളൂ അല്ലേ, നിങ്ങൾ സഹകരിച്ചില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം. എനിവേ, അപ്പോൾ നമ്മളുടെ ക്രിസ്പി ആയിട്ടുള്ള ഗോതമ്പ് ദോശ റെഡി. നമുക്ക് കഴിക്കാം, ബാക്കിയുള്ളതും ഉണ്ടാക്കാം. ഓക്കെ, ഞാൻ ഓഫ് ചെയ്യണേ. ഞാൻ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനി ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഉണ്ടാക്കാം. നേരത്തെ തന്നെ അത് മാവ് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ഏത് സമയത്തും ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇത് ഉണ്ടാക്കാൻ മാവ് റെഡിയാക്കാനും സമയമുള്ള സംഭവം ഒന്നല്ലല്ലോ, മനസ്സിലായില്ലേ? എത്ര ഈസി ആയിട്ടുള്ള ഗോതമ്പ് ദോശ നിങ്ങൾക്ക് എവിടെ കിട്ടും. അപ്പോൾ ഇതിന്റെ കൂടെ ഞാൻ സെർവ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈസി ആയിട്ടുള്ള ടൊമാറ്റോ ചട്നിയും അതുപോലെ തന്നെ സാമ്പാറും ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫോട്ടോ എടുത്തതിന് ശേഷം ഞാൻ ടേസ്റ്റ് ചെയ്യാം. ഫോട്ടോ ഒക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, നമ്മുടെ സ്വന്തം പേപ്പർ റോസ്റ്റ്. ഗോതമ്പ് ദോശയാണെന്ന് ആരും പറയില്ലല്ലോ, കണ്ടല്ലേ സൗണ്ട് കേട്ടോ. ചട്നിയുടെ റെസിപ്പി ഞാൻ താഴെ ലിങ്ക് തരാം, അതും ഈസിയാണ്, എല്ലാവരും തയ്യാറാക്കി നോക്കുക കേട്ടോ. അമ്മമാര് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക, കുട്ടികൾ കഴിച്ചുകൊണ്ടേയിരിക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. മാക്സിമം ഷെയർ ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. You should wear your glasses more often. See, glasses make you... Yeah. Put a hair in my mouth. ഹലോ, നമസ്കാരം.